ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ വിഷ്ണു DOT4 പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്ലാസിക്കിൻ്റെ ഫ്രണ്ട് ബ്രേക്കിൻ്റെ ഡിസ്ക് ബാർ മാറുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഒരു 12 T ഉപയോഗിച്ചാണ് നമ്മൾ കാലിപ്പർ ഊരി മാറ്റിയത്. ഈ ബ്രേക്ക് പാഡ് നന്നായിട്ട് തീർന്നിട്ടുണ്ടോ, ബ്രേക്ക് പിടിച്ചതിൻ്റെ പാട് മൊത്തം തീർന്ന് അതിൻ്റെ പ്ലേറ്റ് സൈസ് നന്നായിട്ട് ഉരഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിനു വേണ്ടി നമ്മൾ ആദ്യം ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തൊരു ലോക്ക് പിന്നുണ്ട്. ആ ലോക്ക് പിന്ന് ആദ്യമേ ഊരി മാറ്റും. ഇതാണ് ആ ലോക്ക് പിന്ന്. ബ്രേക്ക് പാഡ് സെറ്റ് ചെയ്യുന്ന ചെറിയൊരു പിന്നുണ്ട്, അത് ഊരി പോകാതിരിക്കാൻ വേണ്ടിയാണ് ഈ ലോക്ക് പിന്ന് ഉപയോഗിക്കുന്നത്. ബ്രേക്ക് പാഡിൻ്റെ പിന്ന് നമ്മൾ ഇതുപോലെ ചെറിയൊരു കമ്പി ഉപയോഗിച്ച് തട്ടി ഊരി എടുക്കണം. ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന റിബറ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതൊരു പ്ലെയർ ഉപയോഗിച്ച് തട്ടിയെടുക്കണം. ചെറിയ സ്ക്രൂ ഡ്രൈവർ ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ചാലും മതി, അത് ഉപയോഗിച്ചാലും തട്ടി ഊരി എടുക്കാം നമുക്ക്. ഈ ഊരി എടുത്തതാണ് നമ്മുടെ ബ്രേക്ക് പിന്ന്. ഇതാണ് നമ്മുടെ ബ്രേക്കിൻ്റെ പിന്ന്, മെയിനായിട്ടുള്ള പിന്ന്. ഈ ഡിസ്ക് പാഡ് നന്നായിട്ട് ഉരഞ്ഞിട്ട് നമ്മുടെ പ്ലേറ്റ് മുഴുവൻ കംപ്ലൈൻ്റ് ആയിട്ടുണ്ടായിരുന്നു. നമ്മൾ പുതിയ ഡിസ്ക് പ്ലേറ്റ് വെച്ചിട്ടുണ്ട്. ഇതാണ് പുതിയ ഡിസ്ക് പ്ലേറ്റ് സെറ്റ് ചെയ്തത്. നമ്മുടെ ബ്രേക്ക് പാഡ് എത്രത്തോളം ഉപയോഗിക്കാം എന്നുള്ളൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അത് കയറി ഒന്ന് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ബ്രേക്ക് പാഡ് എത്രത്തോളം ഉപയോഗിക്കാം എന്നത്. ഇതാണ് നമ്മുടെ പുതിയ ബ്രേക്ക് പാഡ്. പുതിയ ബ്രേക്ക് പാഡ് സെറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മുടെ കാലിപ്പറിനകത്തെ പിസ്റ്റൺ രണ്ടും പുറത്തോട്ട് തെളിയിരിക്കുകയാണ്. അത് നമ്മൾ കറക്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ആദ്യമേ നമ്മൾ കാലിപ്പറിൻ്റെ സ്ലൈഡ് ചെയ്യുന്ന ഈ ഒരു പാർട്ട് നമ്മൾ ഊരിയെടുത്തിട്ടുണ്ട്. അത് മാറ്റി വെക്കുക. എന്നിട്ട് ഒരു പ്ലെയർ ഉപയോഗിച്ച് നമ്മൾ പിസ്റ്റൺ രണ്ടും പതുക്കെ പ്രസ് ചെയ്ത് അകത്തോട്ട് കയറ്റി വെക്കണം. ആദ്യമേ നമ്മൾ പിസ്റ്റൺ തെള്ളുമ്പോൾ ഒരു പിസ്റ്റൺ ചിലപ്പോൾ പുറത്തോട്ട് തെള്ളി വരും. അത് നമ്മൾ പതുക്കെ ഈ പ്ലെയർ ഉപയോഗിച്ച് അകത്തോട്ട് കറക്റ്റായിട്ട് അമർത്തി കൊടുക്കണം. അത് പതുക്കെ നീങ്ങി കയറത്തോളൂ ആ പിസ്റ്റണ്. ഇതിനാണ് നമ്മൾ പ്ലെയർ ഉപയോഗിക്കുന്നത്. അതിനുശേഷം നമ്മൾ ഈ ഒരു പാർട്ടിനകത്ത് ശകലം ഗ്രീസ് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അത് ബ്രേക്ക് ജാം ഒന്നും വരാതിരിക്കാൻ വേണ്ടിയാണ്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ആവുന്നൊരു പാർട്ടാണ്. അത് നമ്മൾ കറക്റ്റായിട്ട് ഗ്രീസ് ചെയ്ത് കയറ്റി കൊടുക്കണം. കാലിപ്പറിനകത്തും ഇതുപോലെ നമ്മൾ ഗ്രീസ് ചെയ്യുക. അതിനുശേഷം നമ്മൾ കറക്റ്റായിട്ട് ആ പാർട്ട് എടുത്ത് നമ്മൾ സെറ്റ് ചെയ്യുക. അത് സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ബ്രേക്ക് പാഡ് സെറ്റ് ചെയ്യുന്നത്. ബ്രേക്ക് പാഡ് നമ്മൾ ഒരു സാൻഡ് പേപ്പർ ഉപയോഗിച്ച് ഇതുപോലൊന്ന് ഉരച്ചു കൊടുക്കണം. അത് ആദ്യം നമ്മൾ ബ്രേക്ക് കറക്റ്റായിട്ട് കിട്ടുന്നതിന് വേണ്ടിയാണ് ആ ബ്രേക്ക് പാഡ് നമ്മൾ സാൻഡ് പേപ്പർ ഉപയോഗിച്ച് ഉരയ്ക്കുന്നത്. അതിനുശേഷം നമ്മൾ ബ്രേക്ക് പാഡ് കറക്റ്റായിട്ട് തന്നെ കയറ്റിയിടുക. ബ്രേക്ക് പാഡിൻ്റെ ഫ്രണ്ട് വശം നമ്മൾ മുന്നോട്ട് കയറ്റി വിട്ടതിന് ശേഷം രണ്ടും ഒന്ന് അകത്തി പിടിക്കുക. അകത്തി പിടിച്ചതിന് ശേഷമാണ് നമ്മുടെ ആ പിന്നെടുത്ത് കയറ്റുന്നത്. പിന്നെ നമ്മൾ കറക്റ്റായിട്ട് തന്നെ കയറ്റിയിടുക. കയറ്റിയിട്ടതിന് ശേഷം നമ്മൾ പാട് കറക്റ്റാണോ എന്ന് നോക്കുക, ചെക്ക് ചെയ്യുക. അതിന് ശേഷം നമ്മളൊരു പ്ലെയർ ഉപയോഗിച്ച് തട്ടി അകത്തോട്ട് കയറ്റുകയാണ് ചെയ്യുന്നത്. അത് തട്ടി കറക്റ്റാക്കി ബ്രേക്ക് പാഡ് കറക്റ്റാണോ എന്ന് നോക്കുക. അതിനുശേഷം നമ്മുടെ ലോക്ക് പിന്ന്, അത് അതിൻ്റെ ഹോളുണ്ട്, ആ പിന്ന് കറക്റ്റ് ആ ഹോളിനകത്തോട് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കണം. ഇത്രയേ ഉള്ളൂ ബ്രേക്ക് പാഡ് സെറ്റ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ബ്രേക്ക് പാഡ് കറക്റ്റായിട്ടാണോ കിടക്കുന്നതെന്നും കൂടി ശ്രദ്ധിക്കുക. അതിനുശേഷം നമ്മൾ ഡിസ്ക് പ്ലേറ്റിനകത്ത് കറക്റ്റായിട്ട് സെറ്റ് ചെയ്യുക. അപ്പം നമ്മുടെ ഇന്നത്തെ കാലിപ്പർ നമ്മുടെ ഡിസ്ക് പ്ലേറ്റിനകത്തോട്ട് കറക്റ്റായിട്ട് കയറ്റി വെച്ചതിന് ശേഷം നമ്മൾ 12 T ഉപയോഗിച്ച് അത് മുറുക്കി കൊടുക്കുക. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പം നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഓക്കെ.